ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മുട്ട ബജ്ജി ഉണ്ടാക്കാം. മഴയൊക്കെയല്ലേ, അപ്പോൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു നിറമൊക്കെ കിട്ടും, നേരിയ ഒരു എരിവും. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതേ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചിട്ടാൽ മതിയേ, അപ്പം നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ, അപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലവണ്ണം മുരിഞ്ഞൊക്കെ കിട്ടും. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയേ. നേരത്തെ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടിപ്പോയായിരുന്നു. അപ്പോൾ ഇതിൽ ഈ മാവൊന്നും പിടിച്ചിരിക്കില്ല. അപ്പോൾ ഒരു മാവൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ വെള്ളം കുറച്ചൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. 5 മുട്ടയുണ്ട്. അപ്പോൾ നല്ല പോലെ മുറിച്ചെടുക്കാം. അപ്പോൾ കത്തിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കത്തിയിൽ ഒരല്പം വെള്ളം തൊട്ടാൽ മതിയേ. അപ്പോൾ അങ്ങനെ പിടിച്ചിരിക്കില്ല. ഇനി ഞാനിവിടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണേ, എന്നാലാണ് അത് മാവ് നല്ലപോലെ മുട്ടയിലൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ എണ്ണ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടായപ്പോൾ തീ കുറച്ചിട്ടതാണ്. നല്ലവണ്ണം ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അതേ നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മുക്കിയെടുക്കാം മാവിൽ. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബജ്ജിയാണേ. ഒരു കുഴിയൻ ചട്ടിയിലാണെങ്കിൽ നല്ല പോലെ മുങ്ങിക്കിടക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ കുഴിയൻ ചട്ടിയില്ല, ഇതേപോലത്തെ ഒരു ചട്ടിയാണ് ഉള്ളത്. അപ്പോൾ നല്ലപോലെ മുങ്ങിക്കിടക്കുവാണെങ്കിൽ നമുക്ക് മറിച്ചിടുകയൊന്നും വേണ്ട. ഇതിപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണേ. എല്ലാം ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കണേ. അപ്പം ഇനി നമുക്കിതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു വശമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. കണ്ട നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, മാവൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഇത്തിരി പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും കട്ടൻ ചായയുടെ കൂടെ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. എല്ലാം നമുക്ക് കോരിയെടുക്കാം. എണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു.